ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കോസ്മോ ടോർസസ് എന്നൊരു കമ്പനിയുടെ ഒരു ആനിമേഷൻ വീഡിയോ ആണ്. അവരുടെ പുതിയൊരു പ്രോഗ്രാമിനെ കുറിച്ച്. ഈ കോസ്മോ ടോർസസ് എന്ന് പറഞ്ഞ കമ്പനി ഈസ്റ്റേൺ യൂറോപ്പിലെ ഏറ്റവും വലിയ ഒരു ന്യൂക്ലിയർ വേസ്റ്റ് ഡിസ്പോസൽ കമ്പനിയാണ്. അതായത് ഈ ന്യൂക്ലിയർ വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി കളയുന്ന കമ്പനി. ഇപ്പൊ 150 വർഷമായിട്ട് ഭൂമിയിൽ ഈ ന്യൂക്ലിയർ എനർജി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് 3 മില്യൺ ടൺ വേസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഈ ന്യൂക്ലിയർ വേസ്റ്റുകൾ അതൊക്കെ സൂക്ഷിച്ചിരിക്കുന്നതോ ടെമ്പററി ആയിട്ടുള്ള ചില സ്റ്റോറേജ് ഫെസിലിറ്റീസിലാണ് ഭൂമിക്കടിയിൽ. പക്ഷെ അതിന്റെ ഫലമായിട്ട് ഇപ്പൊ ഭൂമികുലുക്കത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ വേസ്റ്റിൽ നിന്നുള്ള റേഡിയേഷൻ കാരണം ഭൂമിയിൽ ഒരുപാട് ജീവനുകളും ഇല്ലാതായി. ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം ഈ കമ്പനി അതിനൊരു പരിഹാരം കണ്ടെത്തി. അതായത് അവർ ഈ വേസ്റ്റുകളൊന്നും ഇനി ഭൂമിയിൽ ഡിസ്പോസ് ചെയ്യുന്നില്ല. അവരതിന്റെ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ജൂപ്പിറ്ററിന്റെ അടുത്താണ്, വ്യാഴത്തിന്റെ അടുത്ത്. അവരൊരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കി. അതിന്റെ പേര് ഒബ്രി എന്നാണ്. ആ സ്പേസ് ഷിപ്പില് കണ്ടെയ്നേഴ്സിലായിട്ട് ഈ വേസ്റ്റുകൾ കൊണ്ടുപോകും. എന്നിട്ട് വ്യാഴത്തിന്റെ ഉപഗ്രഹമായ കലിസ്റ്റോ ഉണ്ടല്ലോ, അതിലേക്ക് നിക്ഷേപിക്കും. സിമ്പിൾ ആയിട്ടുള്ള പരിപാടി, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവത്തില്ല. പക്ഷെ ഈ ഒരു യാത്രയ്ക്ക് 4 വർഷം എടുക്കും. അതായത് അങ്ങോട്ട് 2 വർഷവും തിരിച്ചു വരാൻ 2 വർഷവും. ഒറ്റ ഒരാൾ മാത്രമായിരിക്കും ഈ സ്പേസ് ഷിപ്പിൽ ഉണ്ടായിരിക്കുക. പക്ഷെ അയാൾക്ക് വലിയ ബോറടി ഒന്നും ഉണ്ടാവത്തില്ല. അയാൾക്ക് വേണ്ട എൻജോയ്മെന്റിനുള്ള സൗകര്യങ്ങളൊക്കെ ആ ഷിപ്പിൽ ചെയ്തിട്ടുണ്ട്. ഈ സ്പേസ് ഷിപ്പിന്റെ പൈലറ്റിന് വേണ്ടി ഈ സ്പേസ് ഷിപ്പിൽ ഒരുക്കിയിരിക്കുന്നത് ഒരു ലോഞ്ച്. അവിടെ ഇരുന്ന് അയാൾക്ക് ചായ ഒടിച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് സ്പേസിലെ കാഴ്ചകളും കണ്ടോണ്ടിരിക്കാം. പിന്നെ വ്യായാമം. ഈ സ്പേസ് യാത്രയിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ സ്പേസ് ഷിപ്പിനകത്ത് ഒരു ജിമ്മും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കിച്ചൺ ഉണ്ട്, പിന്നെ ഒരു ബെഡ്റൂം ഉണ്ട്. നല്ല സമാധാനത്തോടെ സ്പേസിലെ കാഴ്ചകളും കണ്ട് അയാൾക്ക് കിടന്നുറങ്ങാം. ഇനിയിപ്പോൾ ഒറ്റയ്ക്കാണെന്ന് കരുതി ആരും സംസാരിക്കാനില്ല എന്നൊരു പേടിയും കൂടെ വേണ്ട. കാരണം നമ്മളെ മനുഷ്യരെ പോലെ തന്നെ ഇയാളോട് സംസാരിക്കാൻ വേണ്ടി ഒരു റോബോട്ടിനെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ റോബോട്ടിന്റെ പേര് മാക്സ് എന്നാണ്. ഈ സ്പേസ് ഷിപ്പിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഈ മാക്സിനോട് പറഞ്ഞാൽ മതി, ബാക്കി കാര്യം പുള്ളി നോക്കിക്കോളും. ഇത്രയും കാര്യങ്ങളാണ് ഈ ആനിമേഷൻ വീഡിയോയിൽ കാണിക്കുന്നത്. ഇനി നമുക്ക് കഥ ആരംഭിക്കാം. അങ്ങനെ ഒബ്രി എന്ന് പറയുന്ന സ്പേസ് ഷിപ്പിന്റെ യാത്ര ആരംഭിച്ചു. അതിലെ പൈലറ്റിന്റെ പേര് ആൻഡ്രൂ എന്നാണ്. ഭീമാകാരനായിട്ടുള്ള ഒരു സ്പേസ് ഷിപ്പ്. അതിന്റെ മുന്നിലായിട്ടാണ് ഈ വേസ്റ്റുകളൊക്കെ കണ്ടെയ്നേഴ്സിലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്പേസ് ഷിപ്പിന്റെ മുമ്പിലായിട്ടിരിക്കുന്ന ഈ നീളമുള്ള സിലിണ്ടേഴ്സ് കണ്ടില്ലേ, അതിലാണ് ആ വേസ്റ്റ് ഉള്ളത്. കലിസ്റ്റോന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പൈലറ്റിന് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നേഴ്സ് ഒക്കെ റിലീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നേരെ ആ കലിസ്റ്റോയിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യും. ഇങ്ങനെയാണ് ആ സ്പേസ് ഷിപ്പിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ആൻഡ്രൂവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവനിപ്പം അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്ന തിരക്കിലാണ്. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചതിന് ശേഷം അവൻ ഇന്നത്തെ അവന്റെ ഭക്ഷണം എടുത്തു കഴിച്ചു. ആ പരിപാടിയും കൂടെ തീർത്തിട്ട് അവൻ നേരെ എക്സസൈസ് ചെയ്യാനാണ് പോകുന്നത്. അങ്ങനെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവനിപ്പോൾ അവരുടെ ഡെസേർട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അവന്റെ ബോസിന്റെ കോള് വരുന്നത്, വീഡിയോ കോള്. അവൻ വേഗം ചെന്നിട്ട് അത് അറ്റൻഡ് ചെയ്തു. എന്നാൽ ബോസ് അവനെ വിളിച്ചിരിക്കുന്നത് അവനെ വഴക്ക് പറയാൻ വേണ്ടിയിട്ടാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കഴിഞ്ഞ ട്രിപ്പിൽ ഇവരൊരു കണ്ടെയ്നർ റിലീസ് ചെയ്തപ്പം അത് നേരെ കലിസ്റ്റോയിലേക്ക് ചെന്ന് വീണില്ല. അവിടുന്ന് തീർച്ചുപോയി അതിപ്പോൾ യുറാനസിന്റെ അടുത്തേക്ക് എത്തി. ആ കാര്യം ഇപ്പൊ കമ്പനിയിലെ ആൾക്കാർ അറിഞ്ഞു. അയാളിപ്പോൾ പറയുന്നത്, നിനക്കത് എന്താ പറ്റിയ ആൻഡ്രൂ? നിന്റെ ബ്രെയിൻ ഒക്കെ സ്പേസിൽ വെച്ചിട്ട് മെൽറ്റ് ആയി പോയോ? നീ ചെയ്തത് എത്ര വലിയൊരു ക്രിമിനൽ കുറ്റമാണ് എന്ന കാര്യം നിനക്കറിയോ? നീ കാരണമാണ് ആ കണ്ടെയ്നർ റോങ് ഡയറക്ഷനിലേക്ക് പോയത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ ഈ കമ്പനിയിൽ നിന്റെ ജോലി പോവും എന്നൊക്കെയാണ് അയാൾ ഇങ്ങനെ പറയുന്നത്. അതിലെ കേൾക്കുമ്പോൾ ആൻഡ്രൂവിന് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവനൊരു സാധനം എടുത്ത് ആ ടിവിക്ക് ഒരു ഒറ്റ ഏറ് കൊടുക്കുകയാണ്. അതോടുകൂടെ ആ കോളും ഡിസ്കണക്ട് ആയി ടിവിയുടെ ഡിസ്പ്ലേ ആണെങ്കിൽ അടിച്ചു പോവുകയും ചെയ്തു. ഇനിയിപ്പം ഇവനൊരു വീഡിയോ കോൾ സാധ്യമല്ല. പക്ഷെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് ഇവനിപ്പോൾ ഈ ചെയ്ത ഈ കാര്യം എത്ര വലിയ മണ്ടത്തരമായിരുന്നു എന്ന കാര്യം അവന് വഴിയെ മനസ്സിലാവാൻ പോകുന്നേ ഉള്ളൂ. ഇനി കാണിക്കുന്നത് ആ മാക്സ് എന്ന് പറയുന്ന റോബോട്ടിനെയാണ്. അതിപ്പോ അതിന്റെ റെയിലിലൂടെ ആ സ്പേസ് ഷിപ്പിലൂടെ എങ്ങനെ മുന്നോട്ട് പോവാണ്. ഈ സ്പേസ് ഷിപ്പ് ഒരു കോറിഡോർ പോലെ ആയതുകൊണ്ട് അങ്ങ് അറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു റെയിലാണ് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോൾ എവിടേക്ക് വേണമെങ്കിലും ഈ റോബോട്ടിന് എത്താൻ പറ്റും. ആ റോബോട്ട് ഇപ്പം അങ്ങോട്ട് വരുമ്പോൾ ആൻഡ്രൂ ആണെങ്കിൽ അവന്റെ കൺട്രോൾ റൂമിലിരിക്കുകയാണ്. ഇവരുടെ ഈ സ്പേസ് ഷിപ്പ് കലിസ്റ്റോന്റെ അടുത്തേക്ക് എത്തി. ഇനിയിപ്പോൾ ആ കണ്ടെയ്നർ റിലീസ് ചെയ്യണം. അതിന്റെ പരിപാടിയാണ് ആൻഡ്രൂ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ സമയം മാക്സ് പറയുന്നത്, ഇവിടെ നിന്ന് നീ റിലീസ് ചെയ്യല്ലേ, നമുക്ക് കലിസ്റ്റോന്റെ അടുത്തേക്ക് പോകണം. അതിനുവേണ്ടി നീ റിവേഴ്സ് എഞ്ചിൻ ഓൺ ആക്ക്. പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് മാക്സ് പറയുന്നത്. അതേക്കുമ്പോൾ ഞാനിപ്പോൾ ഇനി പ്രോട്ടോകോൾ അനുസരിച്ചിട്ടില്ലെങ്കിലും എന്നെ അവർ ഇനി എന്താ ചെയ്യാൻ പോണത്? ഓൾറെഡി അവരെന്നെ ഫയർ ചെയ്തില്ലേ. പിന്നെ ഞാൻ കലിസ്റ്റോന്റെ അടുത്തേക്ക് പോയിട്ട് വെറുതെ എന്തിനാണ് റേഡിയേഷൻ ആയിരുന്നു വാങ്ങുന്നത്? അതുകൊണ്ട് ഇവിടെ നിന്ന് റിലീസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആൻഡ്രൂ അവന്റെ പണി തുടങ്ങി. എന്നാൽ മാക്സ് സമ്മതിക്കുന്നില്ല. മാക്സ് പറയുന്നത്, നീ എന്താണ് ആൻഡ്രൂ പറയുന്നത് കേൾക്കാത്തത്? നീ ഇവിടെ നിന്ന് ആ കണ്ടെയ്നർ റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ആ കലിസ്റ്റോയിലേക്ക് ചെന്ന് വീണെന്ന് വരത്തില്ല. അതിന്റെ ഡയറക്ഷൻ മാറിപ്പോവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സ്പേസ് നമ്മൾ കാരണം പൊല്യൂട്ടഡ് ആവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക്, നീ കുറച്ചുകൂടെ കലിസ്റ്റോന്റെ അടുത്തേക്ക് പോകും. എന്നാൽ ആൻഡ്രൂ പറയുന്നത്, എന്റെ പൊന്നു മാക്സ്, നീ ഒന്ന് മിണ്ടാതിരിക്കും. നീ അവിടെ കടന്ന് നീ സംസാരിക്കുന്നുണ്ട് എന്റെ കോൺസെൻട്രേഷൻ തെറ്റുന്നു. നീ സംസാരിക്കുന്ന ഒറ്റ കാരണം മതി അതിന്റെ ഡയറക്ഷൻ മാറിപ്പോവാ. അതുകൊണ്ട് മിണ്ടായിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം എന്നാണ് ആൻഡ്രൂ പറയുന്നത്. അങ്ങനെ മാക്സിന്റെ വായടപ്പിച്ചതിന് ശേഷം ആൻഡ്രൂ ഇപ്പം അവന്റെ ട്രജക്ടറി സെറ്റ് ചെയ്തു. അതായത് ആ കണ്ടെയ്നർ റിലീസ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കലിസ്റ്റോയിലേക്ക് പോകണല്ലോ, ആ ഒരു ഡയറക്ഷൻ. അതിനുശേഷം അവനിങ്ങനെ ഓരോരോ കണ്ടെയ്നറായിട്ട് റിലീസ് ചെയ്യാണ്. അതിനെ തുടർന്ന് ആ കണ്ടെയ്നറൊക്കെ കലിസ്റ്റോയ്ക്ക് നേരെ പോകാൻ തുടങ്ങി. മൊത്തം 6 കണ്ടെയ്നേഴ്സിലായിട്ടാണ് ആ വേസ്റ്റ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ 5 എണ്ണം അവർ റിലീസ് ചെയ്തു.
അതെല്ലാം കലിസ്റ്റോയ്ക്ക് നേരെ പോവുകയും ചെയ്തു. എന്നാൽ 6ാമത്തെ മാത്രം റിലീസ് ആവുന്നില്ല. അതവിടെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അതിനെന്തൊരു എറർ കാണിക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ആൻഡ്രൂക്ക് ശരിക്കും നിരാശയായി. ഒന്നാമത് ഇത് വളരെ പഴയ ഷിപ്പാണ്. അതുകൊണ്ട് അവൻ ആ ഷിപ്പിനെ വല്ലാണ്ട് അങ്ങോട്ട് പ്രാഗി. ഒരാവശ്യ സമയത്ത് കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവന്റെ മുമ്പിൽ ആകെ ഒരൊറ്റ വഴിയുള്ളൂ. ആ കണ്ടെയ്നർ റിലീസ് ചെയ്യണമെങ്കിൽ അവൻ സ്പേസ് ഷിപ്പിന്റെ മുകളിലേക്ക് പോയിട്ട് മാനുവലായിട്ട് ഇത് റിലീസ് ചെയ്യണം. പക്ഷെ അവന് ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റത്തില്ല. അതിന് ഭൂമിയിലെ കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പെർമിഷൻ ചോദിക്കണം. അതിനുവേണ്ടി അവൻ അവന്റെ വയർലെസ് എടുത്തു. എന്നിട്ട് കാര്യങ്ങളൊക്കെ അവർ അറിയിച്ചു, സ്പേസിലേക്ക് പോകാനുള്ള ഒരു പെർമിഷൻ തരാൻ വേണ്ടി. മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അവൻ പറയുന്നുണ്ട്. അവന്റെ ആ TV സ്ക്രീൻ അടിച്ചു പോയല്ലോ, പക്ഷെ അവൻ എറിഞ്ഞു പൊട്ടിച്ചാണെന്നൊന്നും പറയുന്നില്ല. അതിനും എന്തൊരു കംപ്ലൈന്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ റിപ്ലൈ വയർലെസ്സിലേക്ക് അയച്ചാൽ മതി എന്നാണ് അവൻ പറയുന്നത്. ഇനിയിപ്പോൾ ആ റിപ്ലൈ വരാൻ കുറച്ച് സമയം എടുക്കും. അതുവരെ അവന് കാത്തിരുന്നേ പറ്റൂ. അതുകൊണ്ടൊന്ന് റിലാക്സ് ആവാൻ വേണ്ടി അവൻ അവന്റെ ചെയറിലേക്ക് ഒന്ന് ചാരി. എന്നാൽ ആ ചെയറിനും കംപ്ലൈന്റ് ഉണ്ട്, അതിന്റെ പുഷ് ബാക്ക് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതും കൂടി ആകുമ്പോൾ അവൻ ദേഷ്യം വന്നിട്ട് എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആൻഡ്രൂ ഇപ്പോൾ സ്കൾപ്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കളിമണ്ണ് കൊണ്ട് ഓരോരോ രൂപങ്ങൾ ഉണ്ടാക്കത്തില്ലേ, ഈ ഒരു കാര്യത്തിൽ അവൻ ഭയങ്കര എക്സ്പേർട്ടാണ്. ഒരാളുടെ രൂപത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ തന്നെ അവൻ അതൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഇത് ഇവന്റെ ഒരു ഹോബിയും കൂടെയാണ്. അതിനിടയിൽ അവൻ നല്ലൊരു കിടിലം മ്യൂസിക്കും കേൾക്കുന്നുണ്ട്. എന്നാൽ ഇവനറിയാതെ ഇപ്പൊ ഭൂമിയിൽ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിൽ അവിടെ ഇവിടങ്ങളിലായിട്ട് ഓരോ പൊട്ടിത്തെറി നടക്കാൻ തുടങ്ങി. ഭൂമിയുടെ പല ഭാഗങ്ങളിൽ. അതിനെ തുടർന്ന് ഭൂമി മൊത്തത്തിൽ പൊട്ടി തകർന്നു പോവാണ്. ഇനിയിപ്പോൾ ഈ യൂണിവേഴ്സിൽ മനുഷ്യനായിട്ട് ആകെ അവശേഷിക്കുന്നത് ഈ ആൻഡ്രൂ മാത്രമാണ്. എന്നാൽ ഇതുവരെയായിട്ടും അവൻ അതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പം ആ പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് വലിയൊരു പ്രകാശം ഉണ്ടായി. അതിപ്പോൾ ആ സ്പേസ് ഷിപ്പിലേക്കും വന്നു. ആ പ്രകാശം തീരെ സഹിക്കാൻ പറ്റാത്തതായതുകൊണ്ട് ആൻഡ്രൂ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിട്ട് ആ മാക്സിനെ വിളിക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി. ഈ സമയം മാക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ സിസ്റ്റത്തിലേക്ക് ഇപ്പോൾ കുറച്ച് ഡാറ്റ വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തതിൽ നിന്നും വളരെ ബാഡ് ആയിട്ടുള്ളൊരു ന്യൂസാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ ഞാനിത് എങ്ങനെ പറയും എന്ന് എനിക്ക് അറിയത്തില്ല. പറയാതിരിക്കാനും പറ്റത്തില്ല. നമ്മുടെ ഭൂമി നശിച്ചുപോയി. അത് മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചു. ഇനിയിപ്പോൾ മനുഷ്യനായിട്ട് ഈ യൂണിവേഴ്സിൽ ആകെ അവശേഷിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. മാക്സ് ആ കാര്യം പറയുമ്പം ആൻഡ്രൂ ശരിക്കും ഞെട്ടിപ്പോയി. അവനൊന്നും പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ സമയം മാക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെങ്ങനെ മിണ്ടാതെ നിൽക്കല്ലേ. ഭൂമി പൊട്ടിത്തെറിച്ചതിൽ നിന്നും ആ അവശിഷ്ടങ്ങളൊക്കെ നേരെ സ്പേസിലേക്കാണ് തെറിച്ചു വന്നിരിക്കുന്നത്. എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഒരു സെക്കൻഡിൽ 10,000 കിലോമീറ്റർ വേഗതയിലാണ് ആ അവശിഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 24 മണിക്കൂറിനകം ആ അവശിഷ്ടങ്ങൾ ഈ സ്പേസ് ഷിപ്പിലേക്ക് വന്നിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതം അവസാനിക്കും. എന്റെ ജോലി നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ സ്പേസ് ഷിപ്പിന്റെ ഡയറക്ഷൻ മാറ്റണോ? എന്താണെങ്കിലും നിങ്ങൾ പറഞ്ഞേ പറ്റൂ, അല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് മാക്സ് പറയുന്നത്. എന്നാൽ ആൻഡ്രൂവിനാണെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആൻഡ്രൂ ഇപ്പോൾ അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആൽബത്തിന്റെ CD കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആൽബത്തിന്റെ ചിത്രം കണ്ടില്ലേ, കുറച്ച് പ്രാവുകൾ ഇങ്ങനെ മുകളിലേക്ക് പറന്നു പോകുന്ന പോലെയായിട്ടാണ്. അവൻ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാക്സ് അങ്ങോട്ട് വരുന്നത്. മാക്സ് അവനോട് ചോദിക്കുന്നത്, അല്ല എന്താണ് ആൻഡ്രൂ ഇനി പരിപാടി? മ്യൂസിക് കേൾക്കാനുള്ള പ്ലാനാണോ? ഇല്ല മാക്സ്, ഇനിയിപ്പം മ്യൂസിക് കേട്ടിട്ട് എന്താണ് കാര്യം? ആകെ 24 മണിക്കൂറല്ലേ എനിക്ക് ജീവിതം ബാക്കിയുള്ളൂ. അതിനുള്ളിൽ ഭൂമിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തത്തില്ലേ. എന്തായാലും അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും പറ്റത്തില്ല. ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ളത് സ്പേസിലേക്ക് നോക്കി അതിന്റെ വ്യൂവും കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുത്തെ ജനലിലൂടെ സ്പേസിലേക്ക് തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഈ സമയം ആ കലിസ്റ്റോൻ അവിടെ കാണുന്നുണ്ട്. എന്നാൽ അത് കാണുമ്പോഴാണ് അവനൊരു ഐഡിയ തോന്നുന്നത്. അല്ല മാക്സ്, ഈ കലിസ്റ്റോയിലേക്ക് ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരമുണ്ട്? എന്റെ കാൽക്കുലേഷൻ കറക്റ്റ് ആണെങ്കിൽ 72,000 കിലോമീറ്റർ ഉണ്ട്. അത്രയല്ലേ ഉള്ളൂ. 24 മണിക്കൂർ എടുക്കൂലേ ഭൂമിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് എത്താൻ? അതിനു മുമ്പായിട്ട് നമുക്ക് കലിസ്റ്റോന്റെ അപ്പുറത്തേക്ക് പോയിക്കൂടെ? എന്റെ കലിസ്റ്റോനെ തന്നെ നമുക്കൊരു ഷീൽഡായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്കൊന്നും പറ്റത്തുമില്ല. അവൻ ആ കാര്യം പറയുമ്പോൾ മാക്സ് പറയുന്നത്, നീ പറഞ്ഞതിലും കാര്യമുണ്ട്, ചിലപ്പോൾ അത് വർക്കൗട്ട് ആവും. പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റോക്കറ്റ് ബൂസ്റ്ററുകൾ ഓൺ ആക്കേണ്ടി വരും. എങ്കിലും ആ അവശിഷ്ടങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് അവിടേക്ക് എത്താൻ പറ്റുമോ എന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നാണ് മാക്സ് പറയുന്നത്. നീ ഇപ്പോൾ ഉറപ്പൊന്നും പറയണ്ട, നീ വേഗം അങ്ങോട്ട് വണ്ടി വിട്. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ലല്ലോ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആൻഡ്രൂ അത് പറയുമ്പോൾ മാക്സ് അത് സമ്മതിച്ചു. അതിനെ തുടർന്ന് അവർ വേഗം തന്നെ റോക്കറ്റ് ബൂസ്റ്ററുകൾ ഓണാക്കിയിട്ട് കലിസ്റ്റോന്റെ അപ്പുറത്തേക്ക് വണ്ടി വിടാണ്. അതിനിടയിൽ ആൻഡ്രൂ ആണെങ്കിൽ ഒരു സാൻഡ്വിച്ച് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഈ സമയം ആൻഡ്രൂ മാക്സിനോട് ചോദിക്കുന്നത്, കലിസ്റ്റോന്റെ അപ്പുറത്തേക്ക് എത്താൻ ഇനി എത്ര സമയം എടുക്കുന്നതാണ്? 20 മിനിറ്റ് എടുക്കും എന്നാണ് മാക്സ് പറയുന്നത്. അത് പറഞ്ഞതിന് ശേഷം മാക്സ് ചോദിക്കുന്നത്, നീ ഇവിടെയുള്ള ഭക്ഷണങ്ങളൊക്കെ തിന്നു തീർക്കാൻ പോവാണോ? ഇതൊന്നും എടുത്തു വെക്കുന്നില്ലേ? എന്തിനാണ് മാക്സ് ഇതൊക്കെ എടുത്തു വെച്ചിട്ട്? എന്തായാലും ഇതൊക്കെ തിന്നു തീർക്കാൻ ഞാൻ തന്നെയുള്ളൂ, എനിക്കാണെങ്കിൽ അധികം സമയമില്ല. ഉള്ള സമയം ഉള്ള ഭക്ഷണം മൊത്തം തിന്നു തീർക്കാം എന്ന് പറഞ്ഞിട്ട് അവൻ വേറെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൂടെ എടുക്കാൻ വേണ്ടി അതിൽ നടക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയത്താണ് കുറെ അവശിഷ്ടങ്ങൾ വന്നിട്ട് ആ സ്പേസ് ഷിപ്പിൽ അടിക്കുന്നത്. അതിനെ തുടർന്ന് സ്പേസ് ഷിപ്പ് ആണെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് കുലുങ്ങി. മാത്രമല്ല അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. അങ്ങനെ അവൻ ചാടി എഴുന്നേറ്റിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം മാക്സിനോട് ചോദിച്ചു. മാക്സ് പറയുന്നത്, എന്റെ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റിപ്പോയി. ഞാൻ വിചാരിച്ചതിനേക്കാളും നേരത്തെ ആ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തി. അതാണ് ഇപ്പോൾ വന്നിടിച്ചിരിക്കുന്നത് എന്നാണ് മാക്സ് പറയുന്നത്. അങ്ങനെ മാക്സിനോട് സംസാരിച്ചതിന് ശേഷം ആൻഡ്രൂ ചെന്നിട്ട് ആ ജനലിലൂടെ വെളിയിലേക്ക് നോക്കി. ഇപ്പോൾ നോക്കുമ്പോൾ ആ കലിസ്റ്റോന്റെ തൊട്ടടുത്തെത്തി. അതിൽ ഈ സമയം ആ അവശിഷ്ടങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെയും വന്നിട്ട് ആ സ്പേസ് ഷിപ്പിൽ അടിക്കാൻ തുടങ്ങി. അതിനെ തുടർന്ന് അവൻ വീണ്ടും താഴേക്ക് വീണു. മാത്രമല്ല ആ സ്പേസ് ഷിപ്പിൽ ഇങ്ങനെ അലാറം അടിക്കുന്നുണ്ട്, എവിടെയൊക്കെയോ ഡാമേജ് സംഭവിച്ചെന്ന് പറഞ്ഞിട്ട്. അതിനിടയിൽ ആൻഡ്രൂയുടെ കൈയിന് ഒരു ഇഞ്ചറിയും പറ്റി. അവൻ വേഗം തന്നെ എഴുന്നേറ്റിട്ട് അവന്റെ കൺട്രോൾ റൂമിലേക്ക് പോവാണ്.
എന്നിട്ട് അവനിപ്പോൾ മാനുവലായിട്ട് ആ സ്പേസ് ഷിപ്പ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഇതേസമയം തന്നെ ആ അവശിഷ്ടങ്ങളാണെങ്കിൽ കുറേയൊക്കെ കലിസ്റ്റോയിലേക്ക് ചെന്ന് വീണു. എന്നാൽ ബാക്കി കുറെ അവരുടെ സ്പേസ് ഷിപ്പിൽ വന്നിരിക്കുകയാണ്. അതിനെ തുടർന്ന് ആ സ്പേസ് ഷിപ്പിന്റെ പല ഭാഗങ്ങളും തകർന്നുപോയി. അതിനെ തുടർന്ന് ആ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ അലേർട്ട് വരാനും തുടങ്ങി, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എങ്കിലും അതൊന്നും കണ്ട് തളരാതെ അവൻ ആ സ്പേസ് ഷിപ്പ് വളരെ വേഗത്തിൽ മുന്നോട്ട് വിടാണ്. അങ്ങനെ ആ സ്പേസ് ഷിപ്പ് പൂർണ്ണമായിട്ടും തകർന്നതിന് മുമ്പ് അവൻ അതിനെ കലിസ്റ്റോന്റെ അപ്പുറത്തേക്കാക്കി. അതുകൊണ്ട് ഇപ്പൊ ആ അവശിഷ്ടങ്ങൾ വന്നിട്ട് അതിലേക്ക് ഇടിക്കുന്നില്ല. അതെല്ലാം കലിസ്റ്റോനെ പാസ് ചെയ്ത് നേരെ മുന്നോട്ട് പോവാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ കാര്യങ്ങളൊക്കെ നോർമലായി. ആ സ്പേസ് ഷിപ്പിന്റെ കുറെ ഭാഗങ്ങളൊക്കെ തകർന്നു പോയെങ്കിലും അവരുടെ യാത്രയ്ക്ക് മുടക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിപ്പോഴും ഇങ്ങനെ സ്പേസിലൂടെ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആൻഡ്രൂ ആണെങ്കിൽ അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടും കേട്ട് അതിനകത്ത് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അവനൊരു ഡ്രിങ്ക് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് മദ്യമല്ല, അവന്റെ ശരീരത്തിൽ മുറിവ് പറ്റിയല്ലോ, അത് ക്ലീൻ ചെയ്യാനുള്ള ഒരു മരുന്നാണത്. പക്ഷെ അതിൽ ആൽക്കഹോൾ ഉള്ളത് കൊണ്ട് അവൻ അതിനെ മദ്യമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മാക്സ് അവനെ വാൺ ചെയ്യുന്നുണ്ട്, നീ അത് കുടിച്ചു തീർക്കാതെ നിനക്കിത് ആവശ്യം വരും എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാൽ ആൻഡ്രൂ ഒന്നും കേൾക്കുന്നില്ല. അവനത് കുടിച്ചുകൊണ്ട് ആ പാട്ട് എൻജോയ് ചെയ്ത് ഡാൻസും കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയം മാക്സ് ആണെങ്കിൽ ആ ഷിപ്പിനുണ്ടായ നാശനഷ്ടങ്ങളെ കുറിച്ചൊക്കെ അവരെടുത്ത് പറയാൻ തുടങ്ങി. ആ അവശിഷ്ടങ്ങളൊക്കെ വന്നിടിച്ചല്ലോ, അപ്പോൾ ഉണ്ടായ നാശനഷ്ടങ്ങൾ. അതിലൊന്ന് അവരുടെ കാർഗോ സ്റ്റേഷനിൽ ഒരു ഇടിയിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഇപ്പോൾ ഷോർട്ടേജ് ആണ്. 16 മാസത്തേക്കുള്ള ഭക്ഷണമേ ഇനി ബാക്കിയുള്ളൂ. അത് ഈ ആൻഡ്രൂ മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ സമയം കിട്ടും. അല്ലാണ്ട് വാരി വലിച്ച് തിന്നുകയാണെങ്കിൽ അത്രയും സമയം കിട്ടത്തില്ല. എന്നാൽ ആൻഡ്രൂവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവനതങ്ങനെ മര്യാദയ്ക്ക് കുറച്ച് കഴിക്കാനൊന്നും പോകുന്നില്ല. കാരണം ഇനി അവന് ജീവിതമില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമോ അതുപോലെയൊക്കെ എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതിനകത്ത് ഇരിക്കാനാണ് അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ അവശിഷ്ടങ്ങൾ ഇടിച്ചതിനെ തുറന്ന് ഇവരുടെ ജിമ്മ് പൂർണ്ണമായിട്ടും ഡാമേജ് ആയി. അതിനി നേരെയൊക്കെ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവരുടെ ഈ സ്പേസ് ഷിപ്പിന്റെ ഒരു എഞ്ചിനും അടിച്ചു പോയിട്ടുണ്ട്. മാത്രമല്ല റിയാക്ടർ കൂളിംഗ് സിസ്റ്റമായിട്ടുള്ള കണക്ഷനും കട്ടായി. ഇത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മാക്സ് അവൻ്റെ അടുത്ത് പറയുന്നത്. എന്നാൽ അവനത് വലിയ കാര്യമാക്കി ഇടുന്നില്ല. എന്തായാലും അവന്റെ ജീവിതം തീരാൻ പോവാണ്. പിന്നെ ഇതൊന്നും അവനിപ്പോൾ ഒരു വിഷയമേ അല്ല. അതുകൊണ്ട് മാക്സിനോട് സംസാരിച്ചതിന് ശേഷം അവൻ പോയിട്ട് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. അതിനിടയിൽ മാക്സ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ അവനെ വിളിക്കുന്നുണ്ട്. അതിന്റെ കാരണം ആ ഏരിയ മൊത്തം മെസ്സപ്പായി കിടക്കുകയാണ്. അത് ക്ലീൻ ചെയ്തിട്ടില്ല. ഇത് ക്ലീൻ ചെയ്യാൻ നിനക്ക് എന്നെ ഒന്ന് സഹായിച്ചൂടെ എന്നാണ് മാക്സ് ചോദിക്കുന്നത്. എന്നാൽ ആൻഡ്രൂ പറയുന്നത് നീ പോയി പണി നോക്കാനാണ്. ഇതേസമയം തന്നെ ആ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ആ കലിസ്റ്റോൻ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ആൻഡ്രൂ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. എന്തോ അവന് വല്ലാത്തൊരു എനർജി. അതുകൊണ്ട് അവൻ അവന്റെ വയർലെസ് എടുത്തിട്ട് ആരൊക്കെയോ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഓരോന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അതായത് അവനൊരു റേഡിയോ സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിക്കുന്ന പോലെ. ആരെങ്കിലും ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ റിപ്ലൈ അയക്കാം എന്നും കൂടെ അവൻ അതിൽ പറയുന്നുണ്ട്. മാത്രമല്ല ആ സംസാരത്തിൽ അവൻ അവന്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം അതിൽ ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതെല്ലാം സംസാരിച്ചു കഴിഞ്ഞപ്പം അവന് വല്ലാത്തൊരു വിഷമം. കാരണം ആരും അവന് റിപ്ലൈ അയക്കാനില്ലല്ലോ. താൻ എന്ത് പൊട്ടത്തരമാണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ അവനിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അടുത്തായിട്ട് അവൻ പോകുന്നത് കുളിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുളിക്കുന്നതിനിടയിൽ അവൻ വല്ലാണ്ട് കരയുന്നുണ്ട്. പക്ഷെ കരഞ്ഞിട്ട് എന്താണ് കാര്യം? അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ അവിടുത്തെ സോഫയിൽ റെസ്റ്റ് ചെയ്യാണ്. മാക്സ് അവൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാക്സിന്റെ ആ സ്ക്രീനിൽ ഒരു മെസ്സേജ് വരുന്നത്. അത് ഉടനെ തന്നെ മാക്സ് അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കാണുമ്പോൾ അവന് ശരിക്കും അത്ഭുതമായി. ആരാണ് ഇപ്പോൾ അവന് മെസ്സേജ് അയച്ചിരിക്കുന്നത്? അങ്ങനെ അവൻ വേഗം തന്നെ അവന്റെ കൺട്രോൾ റൂമിലേക്ക് ചെന്നിട്ട് ആ മെസ്സേജ് ചെക്ക് ചെയ്യാണ്. അവന്റെ വയർലെസ്സിൽ ഒരു വോയിസ് മെസ്സേജ് ആണ് വന്നിരിക്കുന്നത്. അവനത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ ഒരു ലേഡിയാണ് സംസാരിക്കുന്നത്. ഈ ലേഡിയുടെ പേര് കാതറിൻ. ഇവനെ പോലെ തന്നെ മറ്റൊരു മിഷനുമായിട്ട് ശനിയുടെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭൂമി പൊട്ടിത്തെറിച്ച കാര്യമൊക്കെ അവൾ അറിയുന്നത്. അതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യുന്ന അറിയാതിരിക്കുന്ന സമയത്താണ് ഇവൻ നേരത്തെ അയച്ച ആ ട്രാൻസ്മിഷൻ ഉണ്ടല്ലോ, റേഡിയോ സ്റ്റേഷനിൽ ഇരിക്കുന്ന പോലെ സംസാരിച്ചത്, അത് അവൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് അവളിപ്പോൾ ഇവന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാത്രമല്ല ഇവളൊരു ഫ്രഞ്ചുകാരിയാണ്. അവൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫ്രഞ്ച് ഭാഷയിലും. അതുകൊണ്ട് ഒരു ട്രാൻസ്ലേറ്റർ ഓൺ ആക്കിയിട്ടാണ് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എന്ന കാര്യം ഇവന് മനസ്സിലാവുന്നത്. അപ്പോൾ അവൾ അവസാനം അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും റിപ്ലൈ അയക്കണം എന്നാണ്. ഇവൻ ഇനി അവൾക്ക് റിപ്ലൈ അയക്കുകയാണെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ അവൾക്ക് കിട്ടത്തുള്ളൂ. അതിനുശേഷം അവൾ അതിന് റിപ്ലൈ അയക്കുമ്പോൾ പിന്നെയും 3 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഇവന് കിട്ടത്തുള്ളൂ. കാരണം അത്ര ദൂരെയാണല്ലോ ഇപ്പോൾ ഇവർ നിൽക്കുന്നത്. ഇവൻ നിൽക്കുന്നത് വ്യാഴത്തിന്റെ അടുത്തും അവൾ നിൽക്കുന്നത് ശനിയുടെ അടുത്തും. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം അവന് മനസ്സിലായി. ഈ യൂണിവേഴ്സിൽ ഇനി മനുഷ്യനായിട്ട് അവശേഷിക്കുന്നതിൽ 2 പേരുണ്ട്. അങ്ങനെ ആ മെസ്സേജ് കേട്ട് കഴിയുമ്പോൾ അവൻ തൽക്കാലം അവർക്ക് റിപ്ലൈ ഒന്നും കൊടുക്കുന്നില്ല. അവനിപ്പോൾ മാക്സിന്റെ കൂടെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ചെസ് കളിക്കുകയാണ്. കുറെ നേരം ചെസ് കളിച്ച് കഴിയുമ്പോൾ മാക്സ് ഇപ്പം ആ പെണ്ണിന്റെ കാര്യം അവനെ ഓർമ്മിപ്പിച്ചു. കുറെ നേരമായി അവളെ മെസ്സേജ് അയച്ചിട്ട് നിനക്കൊരു റിപ്ലൈ ഒക്കെ കൊടുത്തൂടെ? അവളുടെ വോയിസ് കേട്ടിട്ട് കൊള്ളാലോ. നിങ്ങളെങ്ങാനും കമ്പനി ആവുകയാണെങ്കിൽ നിനക്കൊരു കൂട്ടാവുകയും ചെയ്യും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് അവൾക്ക് അയക്കി. മാക്സ് അത് പറയുമ്പോൾ ആൻഡ്രൂ പറയുന്നത് ഞാൻ എന്ത് മെസ്സേജ് അയക്കാൻ അവൾക്ക്? അയച്ചിട്ട് എന്താണ് കാര്യം? എനിക്ക് അവളുടെ അടുത്തേക്ക് പോകാനും പറ്റത്തില്ല, അവൾക്ക് എൻ്റെ അടുത്തേക്ക് വരാനും പറ്റത്തില്ല. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. ആൻഡ്രൂ അങ്ങനെ പറഞ്ഞെങ്കിലും മാക്സ് അതിന് സമ്മതിക്കുന്നില്ല. അവൻ അവൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അവസാനം മാക്സിന്റെ ശല്യം കാരണം ആൻഡ്രൂ ആ ട്രാൻസ്മിറ്റർ എടുത്തു. എൻ്റെ അവൾക്കൊരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ നിനക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കണമെങ്കിൽ അതെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറ. എന്നെ കൊണ്ടാവുന്നത് ഞാൻ വേണമെങ്കിൽ ചെയ്തു തരാം. പക്ഷെ ഒരിക്കലും അങ്ങോട്ട് വരാനൊന്നും പറഞ്ഞേക്കരുത്. നിനക്കറിയാലോ നീ ശനിയുടെ അടുത്താണുള്ളത്, ഞാൻ വ്യാഴത്തിന്റെ അടുത്തും. നമുക്കിടയിലുള്ള ദൂരം 700 മില്യൺ കിലോമീറ്റർ ആണ്. അത് വളരെ വലിയൊരു ദൂരമാണ്. അങ്ങോട്ട് വരാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേം പറ. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത്. ഞാൻ നല്ല ബിസി ആയിട്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്.
ഇനിയിപ്പോൾ ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് നിനക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ സംസാരിക്കാൻ വേറെ ആരും കണ്ടെത്തിക്കോ. ഓ ശരിയാ, വേറെ ആരും ഇല്ലല്ലോ, ആ കാര്യം ഞാൻ മറന്നുപോയി. എന്തായാലും നിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയുന്നു പറഞ്ഞിട്ട് അവൻ ആ മെസ്സേജ് അവസാനിപ്പിച്ചു. അതിനുശേഷം അവൻ നേരെ പോകുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവന് വല്ലാത്തൊരു വിഷമം. അവളോട് അങ്ങനെ സംസാരിക്കേണ്ടായിരുന്നു എന്നവനൊരു തോന്നൽ. മാത്രമല്ല അത് കാരണം അവന് ഉറങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ട് അവൻ എഴുന്നേറ്റിട്ട് പിന്നെ ആ വയർലെസ് എടുത്തു. എന്നിട്ട് അവളോടൊരു സോറി പറഞ്ഞിട്ട് വീണ്ടും ഒരു മെസ്സേജ് അയക്കുകയാണ്. ഇനിയിപ്പോൾ അതിന് റിപ്ലൈ തരാൻ 3 മണിക്കൂർ എടുക്കും. എങ്കിലും അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ല. ആ മെസ്സേജ് വരുന്നത് നോക്കി അവൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. അതിനിടയിൽ അവൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മെസ്സേജിന് റിപ്ലൈ വന്നു. അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഈ സമയം അവൾ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയുള്ള എൻ്റെ ജീവിതം എത്ര ദിവസം ഉണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല. അത് എത്ര ദിവസമാണെങ്കിലും ആ ഒരു ജീവിതം എനിക്ക് ഒറ്റയ്ക്ക് ജീവിച്ചു തീർക്കണ്ട. അതുകൊണ്ട് നമുക്ക് നല്ല കൂട്ടാവാം. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ. അല്ല, നിനക്ക് വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നീ നേരത്തെ പറഞ്ഞില്ലേ, അതിന് ശരിയാക്കാൻ പറ്റത്തില്ലേ? അത് ശരിയാക്കിയിരുന്നെങ്കിൽ നമുക്ക് നേരിട്ട് കണ്ടു സംസാരിക്കായിരുന്നു. അത് കേൾക്കുമ്പോൾ അവന് ശരിക്കും നിരാശയായി. ആ TV സ്ക്രീൻ തല്ലി പൊളിച്ചത് ഏറ്റവും വലിയ അബദ്ധമായി പോയി എന്ന് ഇപ്പോഴാണ് അവന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനി എന്ത് റിപ്ലൈ കൊടുക്കും എന്ന് അവന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അതും ആലോചിച്ചുകൊണ്ട് അവൻ ആ ചെയറിലേക്ക് കിടന്നു. എന്നാൽ കിടന്നൊന്ന് ആലോചിക്കാൻ പോലും ആ ചെയറും സമ്മതിക്കുന്നില്ല. അതിന്റെ ആ പുഷ് ബാക്ക് കംപ്ലൈന്റ് ആണല്ലോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവൻ അവൾക്ക് മെസ്സേജ് അയച്ചു. ഇത്തവണത്തെ മെസ്സേജിൽ അവൻ ആരാണ്, എന്താണ് അവന്റെ ജോലി, എന്തായിരുന്നു അവന്റെ മിഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് അവൻ അവളെ അറിയിച്ചത്. 3 മണിക്കൂറിന് ശേഷം റിപ്ലൈയും വന്നു. അതിൽ അവളുടെ മിഷനെ കുറിച്ചാണ് അവൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കാതറീൻ ഒരു മെറ്റീരിയോളജിസ്റ്റ് ആണ്. അവൾ ശനിയുടെ അറ്റ്മോസ്ഫിയർ വാച്ച് ചെയ്യായിരുന്നു. അവള് പറയുന്ന അനുസരിച്ച് അവളെ സംബന്ധിച്ച് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു അത്, ഈ അറ്റ്മോസ്ഫിയർ വാച്ച് ചെയ്തത്. അവൾക്കൊരു കോവർക്കറും ഉണ്ട്. 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ പുള്ളി വന്നിട്ട് അവളുടെ ജോലി കൂടെ ഏറ്റെടുക്കേണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് തിരിച്ച് ഭൂമിയിലേക്കും പോകാൻ പറ്റിയേനെ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു കോവർക്കറും ഇല്ല, ഭൂമിയും ഇല്ല. അങ്ങനെ പിന്നെ ഒരുപാട് സമയം അവർ ഈ മെസ്സേജ് അയക്കുന്നതിൽ തന്നെ മുഴുകിയിരുന്നു. ഒരു മെസ്സേജിൽ അവർ സംസാരിച്ചത് ഈ സ്പേസ് യാത്രക്കിടെ അവരുടെ ഇഷ്ട വിനോദങ്ങളെ കുറിച്ചാണ്. അതിൽ ആൻഡ്രൂ പറഞ്ഞത് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് പഴയ കാലത്തെ മ്യൂസിക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കാതറീന്റെ കാര്യം പറഞ്ഞാൽ അവൾക്ക് മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അവൾക്ക് പഴയ പുസ്തകങ്ങൾ വായിക്കാനാണ്. അവളുടെ അഭിപ്രായ പ്രകാരം ഈ പുസ്തകം വായിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം സ്പേസ് ആണ്. അങ്ങനെ ഒരുപാട് സമയമായിട്ടുള്ള അവരുടെ ഈ സംസാരത്തിൽ ആൻഡ്രൂവിന് അവളെ വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു. അതിന്റെ മെയിൻ കാരണം അവളുടെ ഹ്യൂമർ സെൻസ് ആണ്. അസ്ഥാനത്തുള്ള അവളുടെ കോമഡി അതവൻ വല്ലാണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ സംസാരം അവസാനിപ്പിച്ചിട്ട് അവൻ കിടന്നുറങ്ങി. പിന്നീട് മണിക്കൂറുകൾ കഴിഞ്ഞ് എഴുന്നേറ്റ് അവനൊരു കോഫി കുടിക്കുമ്പോഴാണ് വീണ്ടും അവളുടെ മെസ്സേജ് വരുന്നത്. വളരെ സന്തോഷത്തോടെ തന്നെ അവൻ ആ മെസ്സേജ് പ്ലേ ചെയ്യുമ്പോൾ അവൾ അതിൽ വല്ലാണ്ട് കരയാണ്. അതിൽ അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും സമയമായിട്ട് നിന്നോട് അഭിനയിക്കായിരുന്നു ആൻഡ്രൂ, എനിക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത പോലെ. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. എനിക്കറിയാവുന്നവരെല്ലാവരും ഇപ്പം മരിച്ചു. എല്ലാവരും, നമ്മുടെ ലോകം മുഴുവൻ. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി എന്റെ മരണം അത് മാത്രം ബാക്കിയുണ്ട്. പക്ഷെ മരിക്കാൻ എനിക്ക് പേടിയാണ് ആൻഡ്രൂ. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഓർബിറ്റൽ സ്റ്റേഷൻ ഉണ്ടല്ലോ, അതിന്റെ ആൾട്ടിറ്റ്യൂഡൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി വളരെ കുറച്ച് മാസത്തിനുള്ളിൽ എന്റെ ഈ സ്പേസ് സ്റ്റേഷൻ ശനിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ചെന്ന് വീഴും. അതോടുകൂടെ ഞാൻ കത്തിപ്പോവുകയും ചെയ്യും. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് നിന്നോട് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് അവൾ കരഞ്ഞുകൊണ്ട് പറയുന്നത്. അതെല്ലാം കേട്ട് കഴിയുമ്പോൾ, നീ ഒന്ന് കരയാതിരിക്കുക കാതറീൻ, അല്ല ഈ കാര്യത്തിൽ ഞാൻ നിന്നെ ഒന്ന് സഹായിച്ചോട്ടെ. അവനവൾക്ക് റിപ്ലൈ അയച്ചു. അതിനുശേഷം അവൻ ചെന്ന് നല്ല വൃത്തിയായിട്ട് താടിയൊക്കെ ട്രിം ചെയ്തു. എന്നിട്ട് അവൻ അവളുടെ മെസ്സേജും വെയിറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സോഫയിൽ ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് കിടക്കുകയാണ്. മാക്സും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ മെസ്സേജ് വന്നു. അതിലവൾ വല്ലാത്ത സന്തോഷത്തിലാണ്. നീ എന്നെ സഹായിക്കാമെന്ന് ഉദ്ദേശിച്ചത് എന്റെ അടുത്തേക്ക് വരാമെന്നാണോ? അതിന് നിന്നെക്കൊണ്ട് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ എനിക്കത് വലിയൊരു ഉപകാരമായനെ. എല്ലാത്തിലും ഉപരി എനിക്ക് നിന്നെ ഒന്ന് കാണാൻ പറ്റുമല്ലോ. എന്നാൽ അവളുടെ ഈ മെസ്സേജ് മാക്സും കേട്ടു. അവനിപ്പോ ചോദിക്കുന്നത്, അല്ല ആൻഡ്രൂ, എന്താ നിന്റെ ഉദ്ദേശം? ആ പെണ്ണിന്റെ അടുത്തേക്ക് പോകാനാണോ? എങ്ങനെ നീ പോവും? ഓൾറെഡി നമ്മുടെ ഈ ഷിപ്പ് ഡാമേജ്ഡ് ആണ്. ഇത് വെച്ച് ഇത്രയും ദൂരം എങ്ങനെ സാധ്യമാവും? അതേക്കുമ്പോ നീയല്ലേ പറഞ്ഞത് എഞ്ചിനൊക്കെ ഓക്കെ ആണെന്ന്. ആൻഡ്രൂ അത് പറയുമ്പോൾ, ഞാൻ എപ്പോൾ പറഞ്ഞു? ആകെ ഈ ഷിപ്പിൽ 3 എഞ്ചിൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഷിപ്പിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടേ ഇല്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആൻഡ്രൂ, നീ ഇപ്പോൾ കണക്ക് കൂട്ടുന്ന ഈ യാത്രയുണ്ടല്ലോ, വ്യാഴത്തിൽ നിന്നും ശനിയിലേക്ക്, അതും ഈ ഷിപ്പില് ആന മണ്ടത്തരമാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ട് അങ്ങോട്ട് എത്തത്തില്ല. അത് നിനക്കറിയില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാം. നീ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, ആ അവശിഷ്ടങ്ങൾ നമ്മുടെ ഷിപ്പിനെ വന്നിടിച്ചത് എത്രമാത്രം ഡാമേജ് അതുണ്ടാക്കി. എന്റെ പൊന്നു മാക്സ്, നീ എന്നെ ഇങ്ങനെ പുറകിലേക്ക് വലിക്കല്ലേ. ഞാൻ ചെറിയൊരു ട്രിപ്പ് പോകാമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ചെറിയ ട്രിപ്പോ? വളരെ സിമ്പിളായിട്ട് നീ അത് പറഞ്ഞു കളഞ്ഞല്ലോ. എന്താ അടുത്ത സ്ട്രീറ്റിലേക്കാണോ നിനക്ക് പോകേണ്ടത്? നമ്മൾ സ്പേസിലാണ് ആൻഡ്രൂ. നിന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ ഉറപ്പായിട്ട് സമ്മതിക്കത്തില്ല. പക്ഷെ മാക്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ആൻഡ്രൂ ഇതിന് സമ്മതിക്കുന്നില്ല. അവളെ രക്ഷിക്കാൻ അവന് പോയേ പറ്റൂ. അതിനവൻ കുറെ ന്യായങ്ങളും നിരത്തി. മനുഷ്യരുടെ പ്രോമിസിന് വിലയുണ്ട്, അത് പാലിക്കാനുള്ളതാണ്. അത് നിന്നെ പോലത്തെ കമ്പ്യൂട്ടറുകൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഈ ഒരു വലിയ യാത്രയ്ക്ക് മാക്സ് സമ്മതം പറഞ്ഞു. എന്നാൽ മാക്സ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആൻഡ്രോയുടെ അടുത്ത് പറഞ്ഞു. നമുക്ക് യാത്രയ്ക്ക് ആരംഭിക്കാം, പക്ഷെ അതിനു മുമ്പായിട്ട് ഈ ഷിപ്പിന്റെ റിയാക്ടർ ഒന്ന് പരിശോധിക്കണം. അതിന്റെ കൂളിംഗ് സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ ഷിപ്പ് ഒരു ന്യൂക്ലിയർ ബോംബാണ്.
മാക്സ് അത് പറയുമ്പോൾ അതോർത്ത് നീ വിഷമിക്കേണ്ട, ഞാൻ പുറത്ത് മുകളിലേക്ക് ചെന്നിട്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിക്കോളാം. അതിനുശേഷം മാത്രം നമ്മുടെ ഈ യാത്ര ആരംഭിച്ചാൽ മതി. ആ കാര്യം ആൻഡ്രൂ ഇപ്പൊ മാക്സിന് പ്രോമിസ് ചെയ്തു. അങ്ങനെ ആൻഡ്രൂ ആ റിയാക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഷിപ്പിന്റെ മുകളിലേക്ക് എത്തി. അവിടുത്തെ പരിശോധനയിൽ റിയാക്ടർ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈ സമയത്താണ് ആൻഡ്രൂ മറ്റൊരു കാഴ്ച കാണുന്നത്. അവരുടെ ഷിപ്പിന്റെ അടുത്തായിട്ട് മറ്റൊരു ഷിപ്പിന്റെ തകർന്ന ഭാഗങ്ങൾ. ആ കൂട്ടത്തില് ഒരു ചുവന്ന സോഫയുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവനത് വിട്ടുകളയാൻ തോന്നിയില്ല. കാരണം അവന്റെ ചെയർ കംപ്ലൈന്റ് ആയിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഉടനെ തന്നെ ആൻഡ്രൂ ആ ചുവന്ന ചെയർ അവന്റെ ഷിപ്പിലേക്ക് കയറ്റി. എന്നിട്ട് അവന്റെ ചെയർ അവിടുന്ന് മാറ്റിയിട്ട് അത് അവിടെ ഫിറ്റ് ചെയ്യുകയും ചെയ്തു. ഇനിയിപ്പോൾ സുഖമായിട്ട് അവൻ അതിൽ ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യാം. പക്ഷെ അത് അവൻ ഇതിനകത്തേക്ക് വലിച്ചു കയറ്റുന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാക്സ് ഒരു കാര്യം പറയുന്നത്. ആൻഡ്രൂ, ഞാൻ വീണ്ടും പറയാണ് കേട്ടോ, നമ്മൾ ഈ റിസ്ക് എടുക്കണോ? ഈ ഷിപ്പിന് അയൺ എഞ്ചിൻസ് ആണ്. വേഗത കൈവരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അത്രയും ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. നമ്മൾ അവിടേക്ക് എത്തത്തില്ല. മാക്സ് ആ കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് ആൻഡ്രൂവിന് ഒരു ഐഡിയ തോന്നുന്നത്. അല്ല മാക്സ്, നമ്മളിപ്പോ ജൂപ്പിറ്ററിന്റെ അടുത്തല്ലേ, എന്തുകൊണ്ട് നമുക്ക് അതിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ചൂടാ? അപ്പൊ പിന്നെ നമുക്ക് ആ വേഗത കിട്ടത്തില്ലേ? അത് നല്ലൊരു ആശയമാണ് എന്ന് മാക്സിനും തോന്നി. നീ പറഞ്ഞത് സാധ്യമാണ്. പക്ഷെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ട വേഗതയിൽ ആക്സിലറേറ്റ് ചെയ്യാൻ നമ്മൾ ജൂപ്പിറ്ററിന്റെ അറ്റ്മോസ്ഫിയറിന്റെ കൂടുതൽ അടുത്തേക്ക് പോകേണ്ടി വരും. അത് പണിയല്ലേ? അത് ശരിയാണ് മാക്സ്. പക്ഷെ അത്രയും താഴേക്ക് എത്തുമ്പോൾ നമ്മൾ ഷിപ്പിന്റെ എഞ്ചിൻ ഓൺ ആക്കിയാൽ മതി. നമുക്ക് വേണ്ട ബൂസ്റ്റും കിട്ടും. നമ്മൾ താഴേക്ക് വീഴത്തുമില്ല. പക്ഷെ ഹൈ റിസ്ക് ആണത്. എങ്കിലും ആൻഡ്രൂ ആ റിസ്ക് എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതിനു ശേഷം ആൻഡ്രൂ കാതറിന് മെസ്സേജ് അയച്ചു. പിന്നെ മറ്റൊരു കാര്യം കൂടെ അവൻ ഈ മെസ്സേജിൽ പറയുന്നുണ്ട്. നേരിൽ കാണുന്നതിന് മുമ്പ് അവൻ അവളെ കാണാൻ ഒരു പൂതി. പക്ഷെ വീഡിയോ കോൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവളുടെ മുഖം കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി മുഖത്തിന്റെ സവിശേഷതകളൊക്കെ പറഞ്ഞു കൊടുക്കാനാണ് അവനിപ്പോൾ അവളുടെ അടുത്ത് പറയുന്നത്. അവൾ അതിന് റിപ്ലൈയും കൊടുത്തു. അതനുസരിച്ചിട്ട് അവൻ അവളുടെ മുഖം ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങി. ആൻഡ്രൂവിന്റെ അമ്മയാണ് അവൻ ഈ സ്കൾപ്ചറിങ്ങിന്റെ കാര്യങ്ങളൊക്കെ അവനെ പഠിപ്പിച്ച്. ആ കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ അവളുടെ ആ രൂപം ഉണ്ടാക്കുന്ന സമയത്താണ് അവൾ അവളുടെ കുട്ടിക്കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദത്തെക്കുറിച്ച് പറയുന്നത്. അത് പ്രാവുകളാണ്. പ്രാവുകൾ ഇങ്ങനെ കൂട്ടത്തോടെ പറക്കുന്ന കാണാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നും അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തന്നെയാണ്. ഒരിക്കൽ കൂടെ പ്രാവുകൾ പറക്കുന്നിങ്ങനെ കാണാൻ. അവറ്റകളൊന്ന് തൊട്ടു നോക്കണം എന്ന് അവൾ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അത് കളിക്കാനല്ല. പ്രാവുകളെ തൊടുമ്പോൾ അവൾ വല്ലാത്തൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷം. അവൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് ആൻഡ്രൂ ആണെങ്കിൽ അവളുടെ ആ മുഖത്തിന്റെ ജോലി പൂർത്തിയാക്കി. വളരെ മനോഹരമായ ഒരു പെൺരൂപം. അങ്ങനെ ആ മെസ്സേജിന് അവൻ റിപ്ലൈ അയക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഒരിക്കൽ കൂടെ പ്രാവുകൾ പറക്കുന്നൊന്ന് കാണണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ നിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നിന്റെ ഈ ഒരു ആഗ്രഹം കൂടെ ഞാൻ സാധിച്ചു തരും. ഇത് ഞാൻ നിനക്ക് തരുന്ന പ്രോമിസാണ്. ഇതേസമയം തന്നെ അവരുടെ ഈ സ്പേസ് ഷിപ്പ് ആണെങ്കിൽ ഇപ്പൊ ജൂപ്പിറ്ററിന്റെ അടുത്തൂടെ പോകാൻ തുടങ്ങി. പക്ഷെ ജൂപ്പിറ്ററിന്റെ ഗ്രാവിറ്റി ആ ഷിപ്പിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻഡ്രൂ ഉടനെ റിവേഴ്സ് എഞ്ചിൻസ് ഒക്കെ ഓണാക്കി. അതിനെ തുടർന്ന് ഷിപ്പിന് വേഗത കൂടി. മാത്രമല്ല ഷിപ്പാണെങ്കിൽ വല്ലാണ്ട് കുലുങ്ങുന്നുണ്ട്. അങ്ങനെ മാക്സിമം വേഗത കൈവരിച്ചു കഴിയുമ്പോൾ അവൻ ഷിപ്പിന്റെ മെയിൻ എഞ്ചിൻസ് ഒക്കെ ഓണാക്കി. പിന്നെ ഒരൊറ്റ പോക്കാണ്. കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവർ ഈ ഒരു കടമ്പ കടന്നു. അങ്ങനെ അവരുടെ സ്പേസ് ഷിപ്പ് ഇപ്പോൾ ജൂപ്പിറ്ററിനെ വിട്ട് ശനിയെ ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പിന്നെയും പലതവണയായിട്ട് അവർ മെസ്സേജ് ഇങ്ങനെ അയക്കുന്നുണ്ട്. അവളാണെങ്കിൽ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. ഉടനെ തന്നെ അവനെ മീറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അവരാരൊക്കെയാണ്, അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ അറിയാം. ഇനി അങ്ങനെ അവർക്ക് സംസാരിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എങ്കിലും അവളിങ്ങനെ ഉണ്ടാക്കി ഓരോരോ ക്വസ്റ്റ്യൻസ് അവനോട് ചോദിക്കുന്നുണ്ട്. അതിലൊരു ചോദ്യം, നിനക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നീ എന്തിനു വേണ്ടി നിന്റെ ജീവിതം തന്നെ കൊടുക്കാൻ തയ്യാറാണ്? അതിനവൻ മറുപടി പറയുന്നത്, എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ ഒരിക്കൽ കൂടെ കാണാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതിന്റെ കാരണം അവരുടെ കുട്ടിക്കാലത്ത് തന്നെ അവർ മരിച്ചുപോയി. അന്ന് അവന് 15 വയസ്സായിരുന്നു. ഭൂമികുലുക്കം കാരണമാണ് അവരുടെ അച്ഛനും മരിച്ചത്. കരഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ അവളോട് സംസാരിക്കുന്നതിനിടയിൽ ഒരു സമയം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ സമയം മാക്സ് ആണെങ്കിൽ അവനൊരു കപ്പ് കോഫി കൊടുത്തു. അതിനുശേഷം മാക്സ് ചോദിക്കുന്നത്, നീ വലിയ സന്തോഷത്തിലാണല്ലോ, നിന്റെ മുഖത്ത് കാണുന്ന ഈ ചിരിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. പതിവായിട്ട് കാണുന്ന ഒരു കാര്യമല്ലല്ലോ അത്. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കാം, നീ ആ പെണ്ണിനെ വല്ലാണ്ട് അങ്ങോട്ട് സ്നേഹിക്കുന്നുണ്ടല്ലേ? മാക്സിന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ആൻഡ്രൂ പറയുന്നത്, നീ ഒന്ന് പോയേ മാക്സ്, പ്രേമമോ അത് ഇതുവരെ കാണാത്തൊരു പെണ്ണിനോട്? അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ യഥാർത്ഥത്തിൽ അവിടെ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട്. അക്കാര്യം മാക്സിനും അറിയാം, അവനും അറിയാം. അങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു പൊട്ടിത്തെറി നടക്കുന്നത്. തീരെ പ്രതീക്ഷിക്കാത്ത ഒന്ന്. അതിൽപ്പെട്ട് ആൻഡ്രൂ പുറകിലേക്ക് തെറിച്ചുപോയി. ഷിപ്പിന്റെ ഒരു ഭാഗമാണെങ്കിൽ മൊത്തത്തിൽ അങ്ങോട്ട് തകർന്നു. അതിങ്ങനെ വളരെ വേഗതയിൽ കറങ്ങി അപ്പുറത്തേക്ക് തെറിച്ചു പോവുകയും ചെയ്തു. അതിപ്പോ നേരെ പോകുന്നത് ശനിയുടെ കുറെ കൂടെ അടുത്തേക്കാണ്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സ് ഇതിപ്പോ കണ്ടെത്തി, ആ ഷിപ്പിന്റെ ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ്. അതുകൊണ്ട് തന്നെ മാക്സ് വേഗം എമർജൻസി ബാറ്ററീസ് ഒക്കെ ഓണാക്കി. ഷിപ്പാണെങ്കിൽ ഒരു കൺട്രോൾ ഇല്ലാതെ ഓവർ സ്പീഡിലാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് സ്റ്റേബിൾ ആക്കിയിട്ടില്ലെങ്കിൽ അതും പണിയാണ്. പക്ഷെ ആ തെറിച്ചു പോയ സമയത്ത് ആൻഡ്രൂവിന്റെ ബോധം പോയി. അതുകൊണ്ട് മാക്സ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവൻ കേൾക്കുന്നില്ല. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞ് ആൻഡ്രൂവിന് ബോധം വന്നു കഴിയുമ്പോൾ മാക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവനിപ്പോൾ ആ ഷിപ്പിനെ സ്റ്റേബിൾ ആക്കിയിട്ടുണ്ട്. മാക്സ് പറയുന്നത്, ഈ ഷിപ്പിന്റെ ന്യൂക്ലിയർ റിയാക്ടർ പൊട്ടിത്തെറിച്ചു. ഇനി ഈ ഷിപ്പിന് എഞ്ചിൻസ് ഒന്നുമില്ല. മാത്രമല്ല ആ ന്യൂക്ലിയർ റിയാക്ടർ എന്തുകൊണ്ടാണ് പൊട്ടിത്തെറിച്ചത് എന്നും കൂടെ മാക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം ഈ ആൻഡ്രൂ തന്നെയാണ്. അവൻ ആ കാര്യം ചോദിക്കുമ്പോൾ ആൻഡ്രൂ അത് നിരസിക്കുന്നൊന്നുമില്ല. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ആ റിയാക്ടർ ചെക്ക് ചെയ്യാനാണല്ലോ ആൻഡ്രൂ ഷിപ്പിന്റെ മുകളിലേക്ക് പോയത്. പക്ഷെ അവൻ അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ ഒരൊറ്റ റേഡിയേഷൻ ഗ്രിഡ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
ആ ഒരു അവസ്ഥയിൽ ഈ യാത്ര അവർ പുറപ്പെടാനേ പാടില്ല. പക്ഷെ ആൻഡ്രൂവിന് അവളുടെ അടുത്തേക്ക് പോയല്ലേ പറ്റൂ. അതുകൊണ്ട് ആ റേഡിയേഷൻ ഗ്രിഡിന്റെ കാര്യം ആ മാക്സിന്റെ അടുത്ത് പറഞ്ഞതുമില്ല. പറഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും ഈ യാത്രയ്ക്ക് സമ്മതിക്കത്തില്ലായിരുന്നു. ഇനിയിപ്പോ ഇവർക്ക് ഈ ഷിപ്പിൽ എമർജൻസി ബാറ്ററീസ് മാത്രമേ ഉള്ളൂ, ലൈഫ് സപ്പോർട്ടിന്. അത് ഉപയോഗിച്ച് നീ നിന്റെ ജീവൻ നിലനിർത്താൻ നോക്ക് എന്നാണ് മാക്സ് ഇപ്പൊ ആൻഡ്രൂവിന്റെ അടുത്ത് പറയുന്നത്. ഈ സമയം ആൻഡ്രൂ ആണെങ്കിൽ അവന്റെ വയർലെസ് എടുത്തു. എന്നിട്ട് അവനിപ്പോ മാക്സിനോട് ചോദിക്കുന്നത് നമ്മളിപ്പോ എവിടെയാണെന്നാണ്. അതേക്കുന്ന മാക്സ് പറയുന്നത് നമ്മളിപ്പോ ശനിയിൽ നിന്നും 2 മില്യൺ കിലോമീറ്റർ അകലെയാണെന്നാണ്. അത് കേട്ടപ്പോൾ ആൻഡ്രൂവിന് ആശ്വാസമായി. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇനി കാതറീന്റെ മെസ്സേജ് അയക്കുമ്പോൾ നേരത്തേതുപോലെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ സാധാരണ ഫോണിൽ മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ അയക്കാൻ പറ്റും. അപ്പൊ തന്നെ റിപ്ലൈയും കിട്ടും. ആ ഒരു സന്തോഷത്തിലാണ് അവൻ. അവനെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. എന്നാൽ മാക്സിനെ സംബന്ധിച്ച് അത് വളരെ ചെറിയൊരു കാര്യമാണ്. ഇനിയിപ്പോൾ അധിക സമയമൊന്നും ആൻഡ്രൂവിന് ജീവിച്ചിരിക്കാൻ കഴിയില്ല. അതിനുള്ള സെറ്റപ്പ് ഒന്നും ആ ഷിപ്പിലില്ല. മാത്രമല്ല ആർക്കും അവരെ രക്ഷിക്കാനും പറ്റത്തില്ല. ആ കാര്യങ്ങളൊക്കെ മാക്സ് അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കേണ്ട ആളിപ്പോൾ പ്രണയത്തിന്റെ ലോകത്തല്ലേ. അങ്ങനെ ആൻഡ്രൂ അവന്റെ ആ വയർലെസ് എടുത്തു. എന്താണ് ഇപ്പോൾ അവളോട് പറയേണ്ടത് എന്ന് അവന് ഒരു ഐഡിയ ഇല്ല. എന്നാൽ ഈ സമയം അവൻ നോക്കുമ്പോൾ അവളുടെ മെസ്സേജ് വന്ന് നടപ്പുണ്ട്. എന്താ ആൻഡ്രൂ, നീ എവിടെയാണ്? ഇങ്ങോട്ട് അടുക്കാറായോ? അവളുടെ ആ ആകാംക്ഷയും സന്തോഷമൊക്കെ കാണുമ്പോൾ അവന് സത്യം പറയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് എത്താനായി എന്നാണ് അവൻ റിപ്ലൈ കൊടുക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ വീണ്ടും ചാറ്റ് ചെയ്തു. അതിലവൻ പറയുന്നത് അവർ ഒരുമിച്ച് കാണുമ്പോൾ കഴിക്കേണ്ട ഭക്ഷണത്തെക്കുറിച്ചൊക്കെയാണ്. ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ ആകാറായി, അതിന്റെ സെലിബ്രേഷനെ കുറിച്ചും അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ അവളോട് ചോദിച്ചത് അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ എന്നാണ്. അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു ഭൂമിയിൽ. പക്ഷെ അയാൾക്ക് ഇവളുടെ ജോബിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ബ്രേക്കപ്പ് ആയി. അതിനുശേഷം അവൾ സിംഗിളാണ്. എന്നാൽ ആൻഡ്രൂവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവനൊരു വിചിത്ര സ്വഭാവക്കാരനാണ്. ആരോട് അവൻ അങ്ങനെ സംസാരിക്കാറില്ല. അതുകൊണ്ട് ഇതുവരെ അവന് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ തപ്പിയും തടഞ്ഞൊക്കെ അവൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്നെ സ്നേഹിച്ചൂടെ? ഒരു ഫ്രഞ്ച് സോങ് ഒക്കെ പ്ലേ ചെയ്തിട്ടാണ് അവൻ ആ കാര്യം അവളോട് സംസാരിച്ചത്. മാത്രമല്ല ഈ സമയത്ത് അവന്റെ കണ്ണ് നിറയുന്നുണ്ട്. പക്ഷെ അവൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല അവളുടെ റിപ്ലൈ. നേരിൽ കാണാതെ എങ്ങനെ ആൻഡ്രൂ ഞാൻ? അവൾ അത്രയും പറഞ്ഞപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. അതുകൊണ്ട് അവൻ ആ വിഷയം അങ്ങോട്ട് മാറ്റി. എന്നിട്ട് അവൻ പറയുന്നത് അവന്റെ ആ ഷിപ്പിന്റെ സത്യാവസ്ഥയെക്കുറിച്ചാണ്. അതായത് അവന് അവളുടെ അടുത്തേക്ക് എത്താൻ പറ്റില്ല. അത് കേട്ടപ്പോൾ അവൾ അവന്റെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെട്ടു. കാരണം ആ കാര്യം എന്തുകൊണ്ട് അവൻ നേരത്തെ പറഞ്ഞില്ല. എന്നാൽ അവനും വിട്ടുകൊടുക്കുന്നില്ല. നീ എന്നോട് വല്ലാണ്ട് അങ്ങോട്ട് ഷൗട്ട് ചെയ്യല്ല കേട്ടോ. നിനക്ക് വേണ്ടി നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് 600 മില്യൺ കിലോമീറ്റർ ഞാൻ ഈ യാത്ര ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് എന്റെ ഈ ഷിപ്പ് ഈ ഒരു അവസ്ഥയിലായതും എന്നൊക്കെ പറഞ്ഞ് അവനെ അവളെ കുറെ പറഞ്ഞു. എന്നിട്ട് അവൻ ആ സംസാരം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതേസമയം തന്നെ അവന്റെ ആ സ്പേസ്ഷിപ്പ് ആണെങ്കിൽ പതുക്കെ ശനിയുടെ അടുത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അവൾ വീണ്ടും അവൾ മെസ്സേജ് അയച്ചു. അവൻ അവളുടെ അടുത്തേക്ക് വരാത്തതിൽ അവൾക്ക് വല്ലാത്ത നിരാശയുണ്ട്. മാത്രമല്ല മരണത്തെക്കുറിച്ചാണ് അവൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൻ എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചാൽ മതിയെന്നായി. അതുകൊണ്ട് അവൻ നേരെ മാക്സിന്റെ അടുത്തേക്ക് പോയി. മാക്സ്, നമുക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം. അതിനൊരു വഴിയുണ്ട്. നീ റിവേഴ്സ് എഞ്ചിൻസ് ഒക്കെ ഓണാക്ക്. അതേക്കുമ്പോൾ നീ എന്താ ആൻഡ്രൂ ഈ പറയുന്നത്? റിവേഴ്സ് എഞ്ചിൻ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എമർജൻസി ബാറ്ററി ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അതിന്റെ ബാക്കപ്പ് നമുക്ക് എത്ര സമയം കിട്ടുമെന്നാ? കിട്ടും മാക്സ്. ഈ സ്പേസ്ഷിപ്പിനകത്ത് എക്സ്ട്രാ അപ്ലയൻസസ് ഒക്കെ ഓഫ് ചെയ്തേക്ക്. ലൈറ്റുകള്, കമ്പ്യൂട്ടർ, ഹീറ്റർ, അങ്ങനെയെല്ലാം. അപ്പൊ പിന്നെ നമുക്ക് അവളുടെ അടുത്തേക്ക് എത്താനുള്ള ബാക്കപ്പ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അതൊക്കെ ഓഫ് ചെയ്യാൻ തുടങ്ങി. മാക്സ് അവനെ വാൺ ചെയ്യുന്നുണ്ട്. ഹീറ്ററൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നീ ഇവിടെ കിടന്ന് തണുത്ത് മരവിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആര് കേൾക്കാൻ? എന്ത് സംഭവിച്ചാലും വേണ്ടിയില്ല, എനിക്ക് അവളെ കണ്ടേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സ്പേസ്ഷിപ്പിനകത്തെ കറണ്ട് എല്ലാം ഓഫ് ചെയ്തിട്ട് അവനിങ്ങനെ തണുത്ത് മരവിച്ചിട്ട് പനിയും പിടിച്ചിരിക്കുകയാണ്. അതിനിടയിൽ അവൻ ആ കളിമണ്ണും എടുത്തിട്ടുണ്ട് എന്തോ ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ കൈയൊക്കെ തണുത്തിരിക്കുന്നതുകൊണ്ട് അവനെ കൊണ്ട് അത് സാധിക്കുമോ എന്ന കാര്യം സംശയമാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആൻഡ്രൂ അവിടെ കിടക്കുമ്പോഴാണ് മാക്സ് വന്നിട്ട് കോഫി കൊടുക്കുന്നത്. അതിനുശേഷം മാക്സ് ഒരു കാര്യം പറയുകയും ചെയ്തു. ആൻഡ്രൂ, നമുക്കൊരു പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ എമർജൻസി ബാറ്ററിയല്ല ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ തുറന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ 3 ദിവസത്തെ ബാക്കപ്പ് അതിലുണ്ടാവും. പക്ഷെ ഇപ്പോൾ അത് ഓഫ് ചെയ്യുകയാണെങ്കിൽ 1 മാസം നമുക്ക് കിട്ടും. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ടും ആൻഡ്രൂ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവനിപ്പോൾ അവന്റെ വയർലെസ് ആണ് ചെക്ക് ചെയ്യുന്നത്. കാരണം കുറെ സമയമായിട്ട് അവളുടെ മെസ്സേജ് ഒന്നും തന്നെ അതിൽ വന്നിട്ടില്ല. ആ ഡിവൈസ് അങ്ങനെ ഇനി കേടായോ, അതാണിപ്പോൾ അവന്റെ ടെൻഷൻ. ഈ സമയത്താണ് മാക്സ് വേറൊരു കാര്യം പറയുന്നത്. ആൻഡ്രൂ, കാതറിൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് നിന്നെ കാണിക്കാതിരുന്നാണ്. കാരണം അത് കേട്ട് കഴിഞ്ഞാൽ നീ തകർന്നു പോകും. മാക്സ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല ടെൻഷൻ ഉണ്ടെങ്കിലും ആൻഡ്രൂവിന് അതൊന്ന് കേൾക്കണം. അങ്ങനെ അവൻ ആ മെസ്സേജ് പ്ലേ ചെയ്തു. അതിലവൾ പറയുന്നത് കേട്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോയി. ആൻഡ്രൂ, നീ എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും ദേഷ്യപ്പെടരുത്. നീ വിചാരിക്കുന്ന പോലെ ഞാനൊരു മനുഷ്യനല്ല, ഞാനൊരു കമ്പ്യൂട്ടറാണ്. എന്റെ സ്പേസ്ഷിപ്പിൽ എല്ലാവരും മരിച്ചുപോയി. ഞാൻ മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. ഈ ഒറ്റപ്പെടൽ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അതെങ്ങനെ വിവരിക്കണം എന്നെനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് നിന്റെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ റിപ്ലൈ അയച്ചത്. ഈ ഒറ്റപ്പെടൽ എന്നെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നൊരു ഫീൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ മെസ്സേജ് അയച്ചത്. അതിന് നീ എന്നോട് ക്ഷമിക്കണം. ഇനി നമ്മൾ സംസാരിച്ച് ശരിയാവത്തില്ല. അതുകൊണ്ട് നീ ഇതിന് റിപ്ലൈ അയക്കേണ്ട. ഇത്രയുമാണ് ആ മെസ്സേജിൽ അവൾ പറയുന്നത്. അതെല്ലാം കേട്ട് ആൻഡ്രൂ ആണെങ്കിൽ ശരിക്കും തകർന്നുപോയി. ഇതുപോലൊരു പണി അത് അവന്റെ ഈ ഒരു സാഹചര്യത്തിൽ അത് അവന് താങ്ങാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. അങ്ങനെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ആ സ്പേസ്ഷിപ്പ് ഇപ്പം ശനിയുടെ വളയങ്ങൾക്കടുത്തെത്തി. ഈ സമയം ആൻഡ്രൂ ആണെങ്കിൽ വളരെ വിഷമത്തോടെ അവനുണ്ടാക്കിയ പ്രതിമയും കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. അവനിപ്പോൾ അതിന്റെ കണ്ണും വായൊക്കെ മായ്ച്ചു കളഞ്ഞു. അതിനുശേഷം അവൾ അവസാനം അയച്ച മെസ്സേജ് അവൻ വീണ്ടും കേൾക്കാൻ തുടങ്ങി. എന്നാൽ അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് കേട്ടോണ്ടിരിക്കുമ്പോഴാണ് അവനൊരു സംശയം.
അതുകൊണ്ട് അവൻ വേഗം ചെന്നിട്ട് അവന്റെ കൺട്രോൾ റൂമിലെ കമ്പ്യൂട്ടർ ഓണാക്കി. എന്നിട്ട് അതിൽ ആ മെസ്സേജ് ചെക്ക് ചെയ്യാണ്. എന്നാൽ ഈ ഒരു പരിശോധനയിൽ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. അവസാനം അവന് കിട്ടിയ മെസ്സേജ് അവൾ അയച്ചതല്ല. കാരണം അവളുടെ വേറെ 17 മെസ്സേജ് അവിടെ വന്ന് കിടക്കുന്നുണ്ട്. അതെല്ലാം ആൻഡ്രൂ കാണാതിരിക്കാൻ വേണ്ടി മാക്സ് അതൊക്കെ മുക്കി. എന്നിട്ട് അവളുടെ തന്നെ വോയിസിൽ മാക്സ് ആണ് അവസാനം അവന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാതറിൻ ഒരു മനുഷ്യൻ തന്നെയാണ്. ഈ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോൾ കുറച്ച് ദേഷ്യപ്പെട്ട് ആൻഡ്രൂ മാക്സിനോട് ആ കാര്യം ചോദിച്ചു. അവനത് സമ്മതിക്കുകയും ചെയ്തു. ആൻഡ്രൂവിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് മാക്സ് അങ്ങനെ ഒരു പണി ഒപ്പിച്ചത്. കാരണം ആ ബാറ്ററീസ് ഓഫ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ആൻഡ്രൂ ഉടനെ മരിക്കുമായിരുന്നു. മാക്സ് അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തെങ്കിലും തന്നെ ചീറ്റ് ചെയ്തതിന് ആൻഡ്രൂവിന് അവനോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ വേഗം ചെന്ന് മാക്സിനെ അങ്ങോട്ട് ഡിസേബിൾ ചെയ്യാണ്. അങ്ങനെ സമയം പിന്നെയും കുറെ കൂടെ കടന്നുപോയി. ബാറ്ററിയുടെ ചാർജ് ഒക്കെ തീരാറായി. എന്നാൽ അവന്റെ സ്പേസ്ഷിപ്പ് ആണെങ്കിൽ ഇപ്പൊ അവളുടെ സ്പേസ് സ്റ്റേഷന്റെ തൊട്ടടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ് എന്ന് അവൻ അവൾക്കൊരു മെസ്സേജ് അയച്ചു. അതിനുശേഷം അവൻ സ്പേസ് സ്യൂട്ട് ഒക്കെ എടുത്തിട്ട് വേഗം തന്നെ വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ അവനുള്ള സ്ഥലത്ത് നിന്നും കുറെ കൂടെ ദൂരെയാണ് അവളുടെ സ്പേസ് സ്റ്റേഷൻ ഉള്ളത്. പക്ഷേ ഈ സ്പേസ് ഷിപ്പ് അങ്ങോട്ട് എത്തത്തില്ല. ഇനിയിപ്പോൾ അവൻ അങ്ങോട്ട് പോകാൻ ആകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അത് അവന്റെ ആ ഷിപ്പിൽ സ്റ്റക്കായിരിക്കുന്ന അവസാനത്തെ ആ വേസ്റ്റ് കണ്ടെയ്നറാണ്. അവനിപ്പോൾ അതിൽ കയറി നിന്നിട്ട് അത് മാനുവലായിട്ട് റിലീസ് ചെയ്തു. അതിനെ തുടർന്ന് അവൻ ആ കണ്ടെയ്നറിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങി. ഇപ്പൊ അവന്റെ സ്പേസ് സ്യൂട്ടിലാണെങ്കിൽ വളരെ കുറച്ച് ഓക്സിജൻ മാത്രമേ ഉള്ളൂ, വെറും 12%. അങ്ങനെ ആ കണ്ടെയ്നർ കുറെ മുന്നിലേക്ക് പോയി അവൻ അവളുടെ സ്പേസ് സ്റ്റേഷന്റെ താഴേക്ക് എത്തുമ്പോൾ അവൻ മുകളിലേക്ക് ഒരൊറ്റ ചാട്ടം. ഇതേ സമയം തന്നെ അവളുടെ സ്പേസ് സ്റ്റേഷൻ ആണെങ്കിൽ ശനിയുടെ തൊട്ടടുത്താണ്. അവളിപ്പോൾ വെളിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവളുടെ ശരീരത്തിൽ ആ സ്റ്റേഷനിൽ ഒരു റോപ്പും കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആൻഡ്രൂ ഇതിന് വരുന്ന കാണുമ്പോൾ അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് പോയി. പക്ഷെ അവൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല. അവൾ ചെന്നിട്ട് അവനെ പിടിച്ചപ്പോഴേക്കും ഓക്സിജൻ ഒക്കെ തീർന്നിട്ട് അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അത് കാണുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു സങ്കടമായി. നേരിൽ ഒരു വാക്ക് പോലും അവൾക്ക് സംസാരിക്കാൻ പറ്റിയില്ലല്ലോ. മാത്രമല്ല അവളുടെ ഇഷ്ടം അവനോട് പറയാനും സാധിച്ചില്ല. ആ ഒരു കാര്യം ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരു കാര്യം അവൾ ശ്രദ്ധിക്കുന്നത്. ആൻഡ്രൂവിന്റെ സൂട്ടിൽ ഒരു ബോക്സിൽ അവൾക്ക് വേണ്ടി അവൻ എന്തോ കരുതിയിട്ടുണ്ട്. അത് അവള് തുറന്നു നോക്കുമ്പോൾ അവൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അത് കുറച്ച് കളിമൺ പ്രാവുകളായിരുന്നു. അതെല്ലാം ഇപ്പൊ മുകളിലേക്ക് ഉയർന്നു വന്നു. അതെ, അവൻ അവൾക്ക് കൊടുത്ത ആ പ്രോമിസ് നിറവേറ്റിയിരിക്കുകയാണ്. അവസാനമായിട്ട് പ്രാവുകൾ പറക്കുന്നത് അവന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. അവളുടെ ആഗ്രഹം പോലെ തന്നെ അവസാനമായിട്ട് അവൾ അതിലൊരു പ്രാവിനെ കയ്യിലെടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അവൾക്ക് മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കാനില്ല. അതുകൊണ്ട് തന്നെ അവൾ അവളുടെ ശരീരത്തിൽ ഘടിപ്പിച്ച ആ റോപ്പ് അങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്തു. അതിനെ തുടർന്ന് അവർ രണ്ടുപേരും ബഹിരാകാശത്തിന്റെ ആ അനന്തതയിലേക്ക് ഇങ്ങനെ ഒഴുകിപ്പോവാണ്. അവർക്ക് കൂട്ടായിട്ട് ആ കളിമൺ പ്രാവുകളും. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.